എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 8, 2026 മൺഡേ. ഈ വീക്കിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ, ജസ്റ്റ് വോളിയം മാർക്കറ്റിലെ വോളിയം ബേസ്ഡ് ആയിട്ട് ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ, ഫോറക്സിൽ, ക്രിപ്റ്റോ, ഇതിനെല്ലാത്തിനകത്ത് നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 260-270 പോയിന്റിൻ്റെ അടുത്ത് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ലെവൽസിൻ്റെയൊക്കെ താഴെയായിരിക്കും ഓപ്പൺ ആവുന്നത്. ഓക്കെ, അതിനുശേഷം കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ 9:10, 9:12 ആയ ടൈമിൽ ഞാൻ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ സപ്പോർട്ട് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയ. ഇത് രണ്ടും റെസിസ്റ്റൻസ് ആണ്, ഇത് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ടോപ്പിൽ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, താഴത്തെ ലെവൽ ഈ ലെവല്, അതേപോലെ ഇതാണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട്. പക്ഷേ എവിടെ ട്രേഡ് എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ എസ് എൽ എവിടെയായിരിക്കും? ഇതാണ് പ്രോപ്പർ എസ് എൽ, ഇതിൻ്റെ പ്രോപ്പർ എസ് എൽ ഈ ഒരു ലെവലായിരിക്കും. ഓക്കെ, ഇത് ഏകദേശം ഒരു 9:10, 9:11 ടൈമിൽ കൊടുത്തതാണ്. വോളിയം പ്രൊഫൈലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസാണ് ഈ ഒരു ലെവൽസ്. കാരണം ബാക്കിയുള്ള ലെവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെവൽസ് ഇന്നലെ കൊടുത്ത ലെവൽസിൻ്റെയൊക്കെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പം നമുക്ക് പുതിയ ലെവൽസ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈവിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ കൊടുത്ത ലെവൽസാണ് ഈ ഒരു ലെവൽസ്. ഈ 4 ലെവൽസ് ഞാൻ അപ്പം കൊടുത്ത ലെവൽസാണ്. ഓക്കെ, അതിനുശേഷം നിഫ്റ്റിയിൽ നമ്മൾ ഓൾറെഡി കോൾ ഓപ്ഷൻ്റെ, പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് ഇന്നലെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. രാത്രി 8 മണിക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ നെഗറ്റീവ് ആണ്. അപ്പം നമ്മളെ വ്യൂ എന്ന് പറയുന്നതാണ് സെൽ സൈഡിലേക്കാണ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെല്ല് വ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ കോള് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാന്. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല ഗ്യാപ് ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലെവൽസിൽ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾ പുട്ടിൻ്റെ ലെവൽസാണ്. അപ്പോൾ പുട്ടിൻ്റെ ലെവൽസും ഇതിനകത്ത് ഒരു മാറ്റങ്ങളും വരുത്തിയില്ല. ഞാൻ ഗ്രൂപ്പിൽ ഇന്നലെ കൊടുത്ത സെയിം ലെവലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു മാറ്റവും ഒരു ലെവലിൽ ഞാൻ വരുത്തിയിട്ടില്ല. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്ത ടൈം ഇന്നലെ ഏകദേശം രാത്രി 8 മണി 8:10 കൊടുത്ത ലെവൽസാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ലെവലിൻ്റെ മേലെ ഒറ്റ ക്യാൻഡിൽ പോലും പോയിട്ടില്ല, റിജക്ഷൻ അടിച്ചു. കാരണം ഇതെന്താണ്, നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്താണ് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് ലൈൻസ് കിട്ടിയെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, നമുക്ക് കോളിൽ സ്കാൽപ്പ് അടിക്കണമെങ്കിൽ നമുക്ക് സ്കാൽപ്പ് അടിക്കാനുള്ള ലെവലായിരുന്നു ഈ ഒരു ലെവല്. അതിനുശേഷം ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, നമുക്ക് എസ് എൽ വരുന്നതാണെങ്കിൽ 1 മിനിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം 10 പോയിന്റ് എസ് എൽ വരും. ഈസി ആയിട്ട് 65 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 1:6 വന്നിട്ടുണ്ട്. നമ്മളെ ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. ഓൾമോസ്റ്റ് ഒരു 40 പോയിന്റിൻ്റെ അടുത്ത് മൂവ് ചെയ്തു മാർക്കറ്റ്. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മളെ ലെവൽ ബ്രേക്ക് ചെയ്തു. നമ്മുടെ താഴത്തെ ലെവലിൽ മാർക്കറ്റ് വന്നു. ഈ വന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുട്ട് സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് പുട്ട് സ്കാൽപ്പ് ചെയ്യുക, ഇതിൻ്റെ താഴെ എസ് എൽ വെച്ച് സ്കാൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ നിന്ന് മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് എൻട്രി കിട്ടിയത് 45 റേഞ്ചിലാണ് എൻട്രി കിട്ടിയത്. ഓക്കെ, ഞാൻ അതിന് മേലത്തെ ലെവൽ തന്നെ എടുക്കുകയാണ്. സ്റ്റിൽ ആ ലെവൽ എടുത്തു കഴിഞ്ഞാൽ പോലും ഏകദേശം 147 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന്. പിന്നെ വേറെ റീസൺ എന്ന് പറയുന്നത്, ഈ ലെവൽസ് എന്ന് പറയുന്നത് വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ റീസൺ ഇന്നലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലെവൽസ് 4 ലെവൽസും ഞാൻ ഓൾറെഡി ഇന്നലെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽസുകളാണ് ഇത് ലെവൽസ്. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് വന്ന സമയം, ഈ ലെവൽസിൽ വന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മളെ നിഫ്റ്റിയുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന, ഓക്കെ ഇൻഡെക്സിലാണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇൻഡെക്സിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ലെവല് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 12:51 നമ്മളെ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന സമയത്താണ് നമ്മൾ താഴെ പുട്ട് ഓപ്ഷനിൽ സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, 12:51 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈസി ആയിട്ട് നമുക്ക് മൂവ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ കൊടുത്ത ലെവൽസ് എന്ന് പറയുന്നത് ഒന്ന് കോൾ ഓപ്ഷൻ്റെ ലെവൽസാണ്. മാർക്കറ്റ് അവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് വാലിഡ് അല്ല. ആകെയുള്ള പുട്ട് ഓപ്ഷൻ്റെ ലെവലാണ്. ഫസ്റ്റ് എന്തായിരുന്നു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, അതിനുശേഷം വീണ്ടും നമ്മൾ സപ്പോർട്ട് എടുത്തു. സെയിം നിഫ്റ്റിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലെവൽസിലും വന്നു. കറക്റ്റ് ടൈമിൽ എല്ലാം നമുക്ക് മാച്ചായി ഈസി ആയിട്ട് ഒരു ഹെവി ട്രേഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ലെവൽസ് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കൊടുത്ത ലെവൽസെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ലെവൽസ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു നിഫ്റ്റിയുടെ ഒരു ട്രാപ്പായ ലെവൽസ് കൊടുത്തിട്ടുണ്ടായി, നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെത്. അവിടെ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായി. ആ റേഞ്ചിൽ വന്ന സമയത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോവാണ്. അതിൻ്റെ ലെവൽ എന്താണോ ആ ലെവൽ ബ്രേക്ക് ചെയ്തത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെവലിൽ എത്തിക്കുമ്പോഴായിരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായി. പക്ഷേ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ മാർക്കറ്റ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത്.
അപ്പോൾ നെക്സ്റ്റ് ഗോൾഡിലേക്ക് പോവാം. ഗോൾഡ് ഇന്നലെ ഞാൻ ലെവൽസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോറി, 50. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് 61-ന്റെ അബവ് മേടിക്കാം, 50-ൽ SL വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് കറക്റ്റ് നമ്മളെ ലെവലിൽ വന്നു. ലെവൽ വന്നിട്ട് നമുക്ക് ബൈ ആക്റ്റീവ് ആയിട്ടില്ല. അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? ഹെവി ആയിട്ട് തന്നെ ഫാൾ ആയിട്ട് നമ്മളെ ലെവലിൽ നിന്ന് നേരെ താഴെ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹെവി ആയിട്ട് എത്ര പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 80 പോയിന്റ് നമ്മൾ ലെവലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ ഇന്നലെ 78-ൽ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് നമ്മൾ 100 പോയിന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ലെവൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 23-ലൊക്കെ നമുക്ക് വോളിയം പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് സെല്ല് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മിനിറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോ ഉണ്ടാക്കിയ സമയത്ത് മാർക്കറ്റ് ഏകദേശം നമ്മളെ സെക്കൻഡ് ഗ്യാപ്പിൽ വന്നത്, ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ സെക്കൻഡ് ഗ്യാപ്പിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ട്രാപ്പ് ചെയ്ത ലെവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ട്രേഡ് കാര്യങ്ങളൊക്കെ അവിടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതേപോലത്തെ ട്രാപ്പ് ഇതിലായിട്ട് വന്നിട്ടില്ല മാർക്കറ്റിൽ. അപ്പം നമ്മളെ ഫസ്റ്റ് ഗ്യാപ്പ് മാത്രമാണ് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഗ്യാപ്പിൽ വരുമ്പോഴാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്? സെല്ല് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാപ്പ് വരണമെങ്കിൽ ഈ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലെവൽസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും ഈ ഒരു ലെവൽ. ഓക്കെ, ഈ 17 ലെവൽ ഓൾറെഡി നമ്മൾ ഇവിടുന്ന് ഏകദേശം 16-ന്ന് നമ്മൾ സെല്ല് വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ മാർക്കറ്റ് ഈ റേഞ്ചിലാണ് കളിക്കുന്നത്. അപ്പോൾ അത് പുതിയൊരു ബൈ സെറ്റപ്പ് വരണമെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ആ മാർക്കറ്റിൽ റീടെസ്റ്റ് വരുമ്പോൾ മാത്രമാണ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സെല്ലിംഗ് സോൺ ആണ്. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സെല്ല് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ബൈ വരണമെങ്കിൽ 22-യുടെ എബോ ആണ് ബൈ വരുള്ളൂ. അതിനുശേഷം ഈ ഒരു ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലെവൽസ് വേണ്ട ആളുകളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ BTCയുടെ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബൈയിങ് ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലെവലിൽ നിന്ന് ഏകദേശം 2000 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ റേഞ്ചിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലെവൽ വേണ്ടവർക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ടാർഗറ്റ് എവിടെയാണ്? ഇതൊരു സെല്ലിംഗ് സോൺ ആണ് BTCനെ സംബന്ധിച്ച്. അപ്പോൾ ഗോൾഡിൽ ലെവൽസ് മാർക്ക് ചെയ്യുക, നിഫ്റ്റിയിലുള്ള ലെവൽസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ പുതിയ ലെവൽസിൽ ഓപ്ഷൻസിലുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വോളിയം പ്രൊഫൈലിലെ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, ലെവൽസ് കൊടുക്കുന്നത് പ്രീമിയത്തിൻ്റെ ചാർട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പ്രോപ്പറായ SL ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മളെ ലെവൽസിൻ്റെ ആക്യുറസി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളും നമ്മൾ ഓപ്ഷൻസിൻ്റെ ചാർട്ട് കൊടുക്കാറുണ്ട്. മീൻസ് ലൈവ് ട്രേഡില്ല, ഞാൻ തലേ ദിവസം രാത്രി തന്നെ എല്ലാ ലെവൽസും കൊടുക്കുന്നുണ്ട്. ആ ലെവൽസിനനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 95% നമ്മളെ ഇപ്പം ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് 3 വീക്കിൽ നമുക്ക് എല്ലാ ലെവൽസിനും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒറ്റ ദിവസം പോലും നമുക്ക് നമ്മളെ ലെവൽസിൽ SL ഹിറ്റ് ആയിട്ടില്ല ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, മാന്യമായ 1:4 മേലെ വന്നതിന് ശേഷം മാത്രമാണ് ഈവൻ SL ഹിറ്റ് ആയാൽ പോലും SL ഹിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രത്തോളം പവറായിട്ടുള്ള ലെവൽസാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ മെസ്സേജ് അയക്കുക. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആക്സസ് കിട്ടുന്നതായിരിക്കും നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.